ഞാൻ ഫുട്ബോൾ കോച്ചാണ്. ഇവിടെ രാമവർമ്മ സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഗ്രൗണ്ട് ഇപ്പൊ മ്യൂസിക് കോളേജിന് ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ ഗ്രൗണ്ടിലെ ആക്ടിവിറ്റീസ് ഒക്കെ ബ്രേക്ക് ആയിട്ട് നിൽക്കുക, പണിയിലുണ്ടായി പോയി പെട്ടെന്ന്. ഞാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡീലക്ഷൻ കോച്ചാണ്. ലാസ്റ്റ് ഇങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത്. റൊണാൾഡിനോ സോക്കർ അക്കാദമി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്ലബ് ഇവിടെ ഫസ്റ്റ് കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. അതിന്റെ കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് ആദ്യത്തെ കോച്ചും ഞാനായിരുന്നു. പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അതവിടെ ബ്രേക്കായി, കൊറോണ അതൊക്കെ വന്നിട്ട്. ഞാൻ ഗോവയിലായിരുന്നു. ഇപ്പോൾ 2018 വരെയും ഗോവയിൽ തന്നെയായിരുന്നു കണ്ടിന്യൂ. 18 ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലൈസൻസ് ഒക്കെ എടുത്തത്. അപ്പോൾ വിവേകോദയ സ്കൂളിൽ പിന്നെ കേരള ഓർമ്മ കോളേജിൽ ഒരു സ്റ്റാലിൻ ഫുട്ബോൾ അക്കാദമി സ്പാനിഷിൻ്റെ ഒരു അക്കാദമിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കാലം പോയി. നമ്മുടെ കാലം ഇപ്പോഴുള്ള ഒരു സെറ്റപ്പ് അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോലും ഇങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ ഇതിനുമായിട്ട് കിട്ടില്ലെന്നായാലേ. പിന്നെ നമ്മുടെ നാട് കേരളം അങ്ങനത്തെ ഒരു പരിപാടിയിൽ പെട്ട കാരണമുണ്ട്. ഇവിടെ സ്പോർട്സ് ശരിക്കും ഇപ്പോൾ ഒരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുന്നത്. അത് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. നിങ്ങൾ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താ കറക്റ്റ് പരിപാടി നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ രാമവർമ്മ സ്കൂളിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഈ രാമവർമ്മ സ്കൂളിൻ്റെ ഗ്രൗണ്ട് വർഷങ്ങളായിട്ട് അത് ഗ്രൗണ്ട് തന്നെയായിരുന്നു. ഒരു പാർക്കുട്ടി നെയ്ത്തരമ്മ എന്നൊക്കെ പറയണ നമ്മുടെ തൃശ്ശൂരിൻ്റെ ആ ആളുടെ ഫസ്റ്റത്തെ പ്രോജക്റ്റാണ് ഈ രാമവർമ്മ സ്കൂൾ. 2 സ്കൂളാണ്, 2 സ്കൂളിൽ 2 ഗ്രൗണ്ടാണ്. ഇപ്പോൾ ആ ഒരു ഗ്രൗണ്ട് മ്യൂസിക് കോളേജിന് ടേക്ക് ഓവർ ചെയ്ത് ഗ്രൗണ്ടിലത്തെ ആക്ടിവിറ്റീസൊക്കെ നിർത്തി. അത് കാരണമാണ് ഞാനിപ്പോൾ അവിടെ ക്യാമറ കാണിക്കുന്നത്. പിന്നെ ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. ആ ടീച്ചറാണ് അവിടെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യണം, സ്കൂൾ ടീം ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ കോച്ചായിട്ട് കൊണ്ടുപോകുന്നത്. ആ ടീച്ചർ ഇപ്പോൾ റിട്ടയർ പോയതിന് ശേഷമാണ് ആ സ്കൂൾ ഗ്രൗണ്ട് മ്യൂസിക് കോളേജിന് ടേക്ക് ഓവർ ചെയ്തേക്കണം. ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെയും കൂടെ സിഗ്നേച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് പോകുന്നു. ഞാൻ സൈൻ ചെയ്യാത്തത് കൊണ്ടാണ് മനോജ ഇത് ഇങ്ങനെ നിൽക്കണത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്താവും അറിയില്ല. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ടീച്ചർ ഇവിടുന്ന് റിട്ടയർ ആയി പോയി. പിന്നെ ഈ വർഷം ഗ്രൗണ്ട് മ്യൂസിക് കോളേജിലും പോയി. അതുകൊട്ടെ നമ്മുടെ ഇവിടുത്തെ കാര്യം അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമാണല്ലോ ഞാൻ എൻ്റെ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ വേറൊരു രീതിയിലായാൽ കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലാണ്. പണ്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് കണക്ഷൻ അല്ലായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ ഓൺലൈനൊക്കെ കുറേ കൂടി ഡെവലപ്പായിട്ടുള്ള കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക്. ഓൺലൈനിൽ തന്നെ ഫുട്ബോളിൻ്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ സെഷൻസൊക്കെ ഈസി ആയിട്ട് കണ്ട് പഠിക്കാനുള്ള അവസരം കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കൊണ്ട് ഈ ജനറേഷന് കൂടുതൽ സ്കോപ്പ് ഉണ്ട് ഫുട്ബോളിൽ. ഓരോ തലത്തിലല്ലേ. ഇപ്പോൾ സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ടുള്ള ആ ടീമിലെ മാത്രം മെമ്പേഴ്സിനാണ് ഇവിടെ ഗവൺമെൻറ് ജോലി കൊടുക്കുക. സന്തോഷ് ട്രോഫി കളിച്ചത് കൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയില്ല. ഒരു 20-23 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഗോവയിലേക്ക് ചെല്ലണത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ ആ കാലത്ത് അവിടെ ഉണ്ട്. ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കളിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ കളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗോലി കളിക്കുക, പമ്പരകുത്ത്, മറ്റേ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ പിള്ളേർ പാടത്തും പറമ്പിലൊക്കെ പോയി കളിക്കണ ഒരു സ്ട്രെങ്ത് ഉള്ള ഫിസിക്കുള്ള പിള്ളേരായിരുന്നു. ഇപ്പോഴുള്ള പിള്ളേർ ഈ ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജീവിക്കുന്നവരാണ്. AC, കാറ്, നേരെ സ്കൂളിൽ നിന്ന് വണ്ടി, വീട്, അത്രേ ഉള്ളൂ. അവർക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാ നടന്ന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഇല്ലാന്നുള്ളത്. പട്ടി കടിക്കാൻ വരെ വന്നാൽ ഓടാനറിയില്ല പിള്ളേർക്ക്. വളർന്നു വരാൻ സാധ്യതയുള്ളവരെ തിരഞ്ഞാനുള്ള സംവിധാനങ്ങളും കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. അത് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുന്നത്. പണ്ടൊക്കെ കുറച്ച് ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ISL എന്നൊക്കെ പറയുന്ന വലിയ ലീഗുകളൊക്കെ വന്നിട്ടുള്ള കാരണം കൊണ്ട് ടീമുകളിലേക്ക് പോയി കളിക്കാനും അവരവരുടെ കരിയർ ഫുട്ബോളിലാണെങ്കിൽ അതൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇപ്പം ഒരുപാട് സാധ്യതയുണ്ട്. ഇന്ന് ഫസ്റ്റത്തെ പോക്കാണ് ഇപ്പോൾ. അവിടെ ഒരു പൂരം അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരനെ അതിൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കട്ടിലപ്പുറത്താണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഓക്കെ.